ഇന്ന് മൊത്തം 6 ലെവലുകളാണ്. 1, 2, 3, 4, 5, 6. അതിൽ 2 എടുത്ത പ്രൈസിൽ തന്നെ ഇറങ്ങേണ്ടി വന്നു. ബാക്കി 4 പ്രോഫിറ്റാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ട്രേഡിംഗ് ദിവസമായ ഇന്ന് തുടക്കത്തിൽ തന്നെ റെക്കോർഡ് ഭേദിച്ച് മുന്നേറിയിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റ്. 500-ലേറെ പോയിൻ്റ് മുന്നേറിയ സെൻസെക്സ് 74,000 പോയിൻ്റ് എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നത്. നിഫ്റ്റിയിലും സമാനമായ മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 22,529 എന്ന പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വേൾഡ് മാർക്കറ്റ് മൂവിങ്ങും RBIയുടെ സാമ്പത്തിക അവലോകന യോഗവും ഓട്ടോ കമ്പനികളുടെ മാസം തോറുമുള്ള വിൽപ്പന റിപ്പോർട്ടുകളുമാണ് ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിച്ചത്. ഈ ആഴ്ച ചേരുന്ന RBIയുടെ യോഗത്തിൽ പലിശ നിരക്കിൽ മാറ്റം വരുത്തുമോ എന്നാണ് മാർക്കറ്റ് അനലിസ്റ്റുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന ഓട്ടോ കമ്പനികളുടെ വാഹന വിൽപ്പന കണക്കുകളും മാർക്കറ്റിനെ സ്വാധീനിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞാലും, എങ്ങനെയൊക്കെ തുടക്കത്തിൽ സംഭവിച്ചാലും മാർക്കറ്റ് ഇന്ന് വളരെയധികം വേദനിപ്പിച്ചു. തുടക്കത്തിലുള്ള ആ ഒരു മൂവിങ് പിന്നീട് നടന്നില്ല എന്നാണ് നമുക്ക് വല്ലാത്തൊരു സൈഡ് വേ. വെരി ബോറൻ മാർക്കറ്റ് എന്നൊക്കെ പറയാം. ഒരുപാട് നിരാശ ഉണ്ടാക്കിയ മാർക്കറ്റ്. തുടക്കത്തിൽ നല്ല ഒരു പോസിറ്റീവ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിലും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റിൻ്റെ ഒരു രീതി, ഒരു ചലനം ഒന്ന് കണ്ടു നോക്കി വല്ലാതെ ബോറടിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ദിനമാണെങ്കിലും കൂടി ഏതായിരുന്നാലും പുതിയ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 22,529.95. നിഫ്റ്റിയുടെ ഇന്നത്തെ ഗതി നോക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പറയാനുള്ളത് നാളെ നിഫ്റ്റി താഴേക്കാണ് എന്നാണ്. കണ്ടില്ലേ, വീണ്ടും ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് നിഫ്റ്റി താഴേക്കാണ് വരാൻ ട്രൈ ചെയ്തത്. നാളെ ഇവിടുന്ന് താഴേക്ക് വരും എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. മറിച്ചും ആവാം. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റി നോക്കാം. നമുക്ക് ഇതിന് ശേഷം ലെവലുകൾ പരിശോധിക്കാം കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ രീതി തന്നെയായിരുന്നു. പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനൊന്നുമില്ല. ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ കണ്ടോ? ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് ഒഴിവാക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ഇത്രയും ക്യാൻഡിലുകളൊന്നും നിങ്ങൾ നോക്കിയേ. എന്തൊരു ബോറനാണ്, വലിയ ബോറൻ മാർക്കറ്റായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മണിക്കൂർ ക്യാൻഡിൽ നോക്കുമ്പോൾ മുകളിലേക്കാണ് ചാൻസ് കാണുന്നത്. പക്ഷേ നിഫ്റ്റി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് തന്നെ വരാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. ഏതായിരുന്നാലും നാളെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ലെവലുകളൊന്ന് പരിശോധിക്കാം. ഇന്നത്തെ ഹൈയായ 47,646 ആയിരിക്കും നാളത്തെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. സെക്കൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ലൈനിലായിരിക്കും 47,800. തേർഡ് റെസിസ്റ്റൻസ് 48,000. അതിന് മേലെ പോവുകയാണെങ്കിൽ 48,150. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ്. ഇനി സപ്പോർട്ട് നോക്കാം. 47,450 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്. സെക്കൻഡ് സപ്പോർട്ട് 47,360. തേർഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 47,180. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇനി നിഫ്റ്റിയുടെ ലെവലുകളൊന്ന് പരിശോധിക്കുക. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 22,529 ആയിരിക്കും. സെക്കൻഡ് റെസിസ്റ്റൻസ് 22,600. അതിന് മേലെ പോവുകയാണെങ്കിൽ 22,650 ആയിരിക്കും. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് വരിക 22,430 സെക്കൻഡ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത 22,370 ആയിരിക്കും. തേർഡ് സപ്പോർട്ട് 22,300. ഇതാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് നാളേക്കുള്ള 2 ഇൻട്രാഡേ സ്റ്റോക്കുകൾ നോക്കാം. അതിനു മുമ്പായി ഇന്നലെ തന്ന 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ഒന്നാമത്തത് ഹിൻഡാൽക്കോ ബൈ എൻട്രി ആയിരുന്നു പറഞ്ഞത് 563. ഇന്ന് ഹിൻഡാൽക്കോ ഓപ്പൺ ചെയ്ത് 570 പിന്നീട് അവിടെ നിന്ന് താഴേക്ക് വന്നു 565 എന്ന ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് അവിടെ നിന്ന് വീണ്ടും മേലേക്ക് പോവുകയാണ് ചെയ്തത്. 569, 570 വരെ പോയി. 565 ലോ. നമ്മൾ 563 എൻട്രി പറഞ്ഞിരുന്നത്.
അതുകൊണ്ട് അതിലൊരു എൻട്രി ലഭിച്ചിട്ടുണ്ടാവില്ല. ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 പോയിൻ്റ് പ്രോഫിറ്റും ലഭിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തേത് HCL ടെക് ആണ്. HCL ടെക് സെൽ എൻട്രി ആയിരുന്നു 1531. ഓപ്പൺ ചെയ്തത് 1549. പിന്നീട് അവിടുന്ന് ഹൈയിലേക്ക് പോയി 1566. ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1553. നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, ഇനി നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് SBI ലൈഫാണ്. SBI ലൈഫ് ഒരു സെൽ എൻട്രിയാണ്. 1486 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 1496 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1476 1465 വരെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിനും താഴെ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. രണ്ടാമത്തേത് ടാറ്റ കൺസ്യൂമറാണ്. ടാറ്റ കൺസ്യൂമറിലും ഒരു സെൽ എൻട്രിയാണ്. 1082 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 1090 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1074 1068 എന്നിങ്ങനെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. അതിനും താഴെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. സ്റ്റോക്കുകൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോയും ഞങ്ങൾ പറയുന്നതും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസ് ഓൺലി. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.